എന്താ പറയുക, ഈ ഒരു വ്യക്തിത്വത്തെ ഞാൻ എങ്ങനെയാണ് പരിചയപ്പെടുത്തേണ്ടത് എന്ന് എനിക്കറിയില്ല. കാരണം രുചിയുടെ ഒരു മായാലോകം തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം അടുത്തതായിട്ട് ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. ആൻഡ് കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ഫുഡ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഫേസും ഇന്ന് സോഷ്യൽ മീഡിയയിലായാലും എല്ലാത്തിലും ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷെഫ് നളൻ അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ്. വണ്ടറോട് കൂടി അദ്ദേഹത്തിന്റെ പല വീഡിയോസും കാണുന്നത്. കാരണം ഷെഫ് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ സാധാരണ ഭക്ഷണത്തിനെ സെലിബ്രേറ്റ് ആക്കിയ ആർട്ടിസ്റ്റ് കൂടിയാണ്. സോ അവരെ കുറിച്ച് എന്തായാലും രണ്ടു വാക്ക് പറയും. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു ബ്രാൻഡ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഇതിനെ ഒരുപാട് ആളുകൾ നിങ്ങളുടെ മേഖലകളിലൊക്കെ ശോഭിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ അഡ്രസ്സ് ചെയ്ത് ആളുകളുടെ ഇടയിൽ ഉയർന്ന് ഇതുപോലെ നിൽക്കാൻ കഴിയുന്നതും ഇതുപോലെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു കാരണം ഉണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു ട്വിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അല്ലെ? അതല്ലെങ്കിൽ അതിലേക്ക് എത്താൻ നിങ്ങളെ ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സീക്രട്ട് എന്താണെന്നുള്ളതാണ്. നിങ്ങളുടെ മേഖലയിൽ ഒരുപാട് ആളുകൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ആ മേഖലയിൽ എങ്ങനെയാണ് നിങ്ങളൊരു ബ്രാൻഡായിട്ട് ആളുകളുടെ മനസ്സിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. ഞാനൊരു 12 വർഷമായി. I'm just here for last 12 years in India actually. So once I came back from around the globe, I lost everything. ഒന്നുമില്ല. How can I come back, right? So I did my research. എല്ലാവർക്കും ഒരു വലിയ റെഫറൻസ് ആവട്ടെ. Because വന്ന സമയത്ത് വയറ് നിറച്ച് കടവും പ്രതിസന്ധികളും പ്രശ്നങ്ങളും. So how can you come back and you have nothing? So I understood that legacy was created, or legacy is being created from poverty. പട്ടിണിയിലാണ് legacy ഉണ്ടായത്. You take anybody for that matter. So I started working for that. And I understood that your skill, discover your own skill, your own signature, right? And everyone has a space in this universe. Every single person has a space in this universe. So what is my space? So I cannot look up to many other people and copy that, right? So I found my space, my skill, and I found that Kerala is one beautiful place. It's called God's own country. But the plate is missing the charm. നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിൽ നമ്മളെ പാട്രിയോട്ടിസം ഉണ്ടോ, നമ്മളെ നാഷണലിസം ഉണ്ടോ? We talk about being an Indian, or we talk about being very much traditional, but when it comes to plate, with Arabic naati chandal, it's about Arabic food, right? They invite you and they just. So I kept my plate very clean, very traditional, and I start talking about it. Right. And I brought my mother's recipe back, because my mother passed away when she was 47. So when I came back here, basically it was the only thing I lacked was good food. Madhurutvathinte ruchi kootuka. I went behind that. I recreated my mother's recipes. I started talking to people. I started connecting. I don't want to be mendacious, because that doesn't work in this part. Because honesty is the beautiful that commodity is very interesting. So I started talking to them. Madhurutvathinte ruchi kootuka. Very good. Okay, great. നല്ലൊരു കൈയ്യടി കൊടുക്കാം. മാതൃത്വത്തിന്റെ രുചിക്കൂട്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് ഒറ്റ കാര്യമാണ്, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരാൾ ഫോക്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യത്തിൽ നമ്മുടേതായ ഒരു യുണീക്നെസ് ഉണ്ടാക്കാൻ പറ്റും. ആ യുണീക്നെസ്സിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് പോകാനും പറ്റും. അതിനുള്ള വലിയ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഏതൊരു കാര്യത്തിലാണെങ്കിലും. ഇപ്പൊ ട്രെയിനിങ് മേഖലയിലേക്ക് വന്ന സമയത്താണ് ട്രെയിനിങ്ങിൽ എന്താണ് യുണീക്കായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്താണ് കണ്ടത് ഏറ്റവും കൂടുതൽ സമയം ട്രെയിനിങ് എടുക്കുക, അത് ലോങ്സ്റ്റ് ട്രെയിനിങ് എടുക്കുക എന്നുള്ള ഒരു വിഷയത്തിലേക്ക് എത്തി. ഞാൻ ട്രെയിനിങ് എടുത്ത് പരിശീലനം നടത്തി 9 വർഷം പരിശീലനം നടത്തി അവസാനം ലോകത്തെ ഏറ്റവും കൂടുതൽ സമയം ട്രെയിനിങ് എടുത്ത വ്യക്തിയായി ലോങ്സ്റ്റ് ബിസിനസ് ലെസൺ 73 മണിക്കൂറും 15 മിനിറ്റ് നോൺ സ്റ്റോപ്പായി സംസാരിച്ച് വേൾഡ് റെക്കോർഡ്, ഇന്ത്യ റെക്കോർഡ്, ഏഷ്യ റെക്കോർഡ് 6 റെക്കോർഡ് ഇടാൻ പറ്റി. മലപ്പുറത്ത് കാളമ്പാടി ജനിച്ചു വളർന്ന എനിക്ക് ആസ് എ ട്രെയിനർ എന്നുള്ള നിലക്ക് നമ്മൾ ചിന്തിക്കുകയാണ് നമ്മുടെ മേഖലയിൽ എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും മേഖലയും അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ആ യുണീക്നെസ് ഫൈൻഡ് ചെയ്യുക, അതിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, അതിലൊരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽസ് നിങ്ങളിലുണ്ട് എന്നുള്ള റിയാലിറ്റിയാണ്. താങ്ക് യു സാർ. അപ്പോൾ ഷെഫിനാൾ ചെയ്യുന്ന ഒരു കാര്യം, ഈ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഫുഡുകളിലൊക്കെ ഇന്നോവേഷൻസും അതോടൊപ്പം തന്നെ പ്രൊഫഷണൽസും ആഡ് ചെയ്തുകൊണ്ട് അതിനൊക്കെ അതുമിക്കേണ്ടത് ആ ഒരു ലെവലിലാണ് താങ്കൾ ചെയ്യുന്നത്. ഇതൊരു ന്യൂ ജനറേഷനിലേക്ക് പലപ്പോഴും ഫാസ്റ്റ് ഫുഡും
അതുപോലെ തന്നെ ഈ മോഡേൺ ആയിട്ടുള്ള ഫുഡ്സുകളൊക്കെ വലിയ രീതിയിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മളെ ഭക്ഷണങ്ങളൊന്നും ഒരു ബ്രാൻഡ് ലെവലിലേക്കൊന്നും വളരുന്നില്ല. സോ ആ ഒരു സംഭവത്തെ ഏറ്റവും നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്ത് കറക്റ്റായിട്ട് അതിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് ഒന്നും നമ്മൾ പുറത്തെ രാജ്യങ്ങളിലെല്ലാം ട്രാവൽ ചെയ്യുമ്പോൾ അവരുടെ നൂഡിൽസ് അല്ലെങ്കിൽ അവരുടെ ബർഗർ ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേക്ക് തന്നെ എടുക്കാം അല്ലേ, നമ്മുടെ സ്റ്റേക്ക് സ്റ്റീംഡ് വെജിറ്റബിൾസ് ആൻഡ് മാഷ് പൊട്ടേറ്റോസ് അല്ലേ, മലയാളത്തിൽ പറഞ്ഞു നോക്കി പുഴുങ്ങിയ അല്ലേ, പുഴുങ്ങിയ വെജിറ്റബിൾ കുഴച്ച പൊട്ടറ്റോയും ചുട്ട ഇറച്ചിയും. സോ ഇങ്ങനെ ചോദിച്ചാൽ മലയാളി കഴിക്കില്ല. സോ ഇറ്റ്സ് ഓൾ ഓൺ ദി ഗ്രേഡിങ്. ഇപ്പം നമ്മൾ നാട്ടിലിപ്പം തേങ്ങാപ്പാൽ, തേങ്ങ, വെളിച്ചെണ്ണ, സോ ദീസ് ആർ ദി അസെറ്റ്സ് ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി. അപ്പം ഇതിനെ നമ്മൾ തിരിച്ചറിയണം. ഇപ്പം നമുക്ക് ഉണ്ട് അല്ലേ, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉള്ളത് അറിവുകളാണ്. ഇറ്റ്സ് പ്ലെന്റി, തിരിച്ചറിവുകൾ ലിറ്റിൽ എക്സ്ട്രാ. അപ്പോൾ ഈ തിരിച്ചറിവാണ് നമുക്കുണ്ടാവണം, നമുക്ക് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പം നമ്മൾ നാട്ടിൽ വന്നപ്പോൾ, ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഞാനൊരു സക്സസ്സിൽ നിന്ന് അട്ടർ ഫെയിലുവറിൽ പോയതാണ്. അപ്പം ഈ സക്സസ് നമുക്ക് ഉണ്ടാക്കാം. ഈ നശിച്ചു പോയതിനു ശേഷം തിരിച്ചു വന്നിപ്പം അമിതാഭ് ബച്ചൻ നമുക്കൊരു റോൾ മോഡൽ. അപ്പം നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ നോക്കുക, നമുക്ക് ബേസിക്കലി ഉള്ള കമ്മോഡിറ്റീസ് എന്തൊക്കെയാണ്. അത് ഭയങ്കര ട്രഷേർഡാണ്. കേരളം എന്ന് പറയുന്നത് വളരെ ട്രഷേർഡാണ്. അപ്പം നമ്മളുടെ ആഹാര ചൈതന്യം, നമ്മൾ ഇന്നും പോകുന്നത്, നമ്മളൊരു നേഷൻ പോകുന്നത് നമ്മൾ ഭാവിയിൽ നിന്നും കടമെടുത്തിട്ടാണ്. വി ആർ ജസ്റ്റ് ബോറോയിങ് ഫ്രം ദ ഫ്യൂച്ചർ, റൈറ്റ്? ആർ വി ഡൂയിങ് ജസ്റ്റിസ് ടു ദി കിഡ്സ്? ആർ വി റിയലി ഡൂയിങ് ജസ്റ്റിസ് ടു ദി കിഡ്സ്? ഇപ്പോൾ ആർജിയുടെ പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞു, ഹ്യൂജ് ഇൻ ക്വാളിറ്റി അല്ലേ. അവർ നല്ലെണ്ണ എന്ന് പറയുന്നത്, നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ പച്ചെണ്ണ, പച്ചെണ്ണ എന്ന് പറഞ്ഞാൽ എള്ളെണ്ണ. അപ്പോൾ എള്ളിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പല പ്രോഡക്ട്സും വാങ്ങിച്ച് ഉപയോഗിക്കും. നമ്മൾ നല്ല എള്ള് കഴിച്ചാൽ നമ്മളെ മുടി കറുത്തിരിക്കും, നമ്മുടെ സ്കിന്നിന് ഗ്ലോ ഔട്ട് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് ആ അവയർനെസ് കൂടെ നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ കൂടെ ബ്രാൻഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യണം. അത് മാത്രവുമല്ല നമ്മുടെ റെഫറൻസും കൂടെ ആവും. കാരണം once I come into this industry, once I came to Kerala, ഞാൻ നോക്കാൻ നേരത്ത് ഇവിടെ അറബിക് ഫുഡിനും ചൈനീസ്, ബട്ട് ഇതൊന്നും ഓതൻറ്റിസിറ്റി ഇല്ല. ഇവരെല്ലാം പറഞ്ഞതിനകത്ത് ഒരു ഓണസ്റ്റി എന്ന് പറയുന്നത്, ഒരു ഓതൻറ്റിസിറ്റി ഭയങ്കരമായിട്ട് വാല്യുവേറ്റ് ചെയ്യണം. അതിനകത്ത് ജനങ്ങൾക്ക് വേണ്ടത് ആ ട്രസ്റ്റാണ്, ആ ഓണസ്റ്റിയാണ്. അപ്പോൾ ജനങ്ങൾ പതുക്കെ ഇത് മാറും. ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞു കുത്തരിച്ചോറും കാന്താരി ചമ്മന്തിയും ചക്ക അവിയലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കൂടെ വെള്ളം വരും അല്ലേ. നിങ്ങൾക്കിപ്പം ബാക്കി ഡിഷസ് പറഞ്ഞാൽ വരണമെന്നില്ല. അപ്പം നമ്മളുടെ ബോഡി അല്ലെങ്കിൽ നമ്മളുടെ ജനസിസ് അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക്സിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങളുണ്ടാവും. ഈ കഞ്ഞിയും ചമ്മന്തിയൊക്കെ വെച്ച് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുമെന്ന് ചോദിക്കും. കഞ്ഞിയും ചമ്മന്തിയും വെള്ളുണ്ടിനെയും കഥ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ അത് നിങ്ങൾക്ക് ഒരു റെഫറൻസ് ആവണം. ഒരാൾക്ക് ഇപ്പം ബർഗർ ബിസിനസ് ചെയ്യണം, ഇല്ലെങ്കിൽ സ്റ്റേക്ക് ബിസിനസ് ചെയ്യണം, ഇല്ലെങ്കിൽ ഗോൾഡ് ബിസിനസ് ചെയ്യണം എന്നൊന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾ കഞ്ഞി വെക്കുക, നിങ്ങൾ ചമ്മന്തി വെക്കുക, നിങ്ങൾ തേങ്ങാപ്പീരെ പറ്റി സംസാരിക്കുക, നിങ്ങൾ വെളിച്ചെണ്ണയെ പറ്റി സംസാരിക്കുക, നിങ്ങളത് കറക്റ്റായിട്ട് സംസാരിക്കുക. ദർ ഇസ് എ സേയിങ് ദാറ്റ് ഡു ദ റോങ് തിങ് ബട്ട് ദ റൈറ്റ് വേ. നമ്മൾ തെറ്റ് ചെയ്താൽ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യണം. അപ്പം നമ്മളുടെ ആ അവയർനെസ് ആണ്. പിന്നെ ടൈം എന്ന് പറയുന്ന കമ്മോഡിറ്റി, ദാറ്റ് പേഴ്സൺ സെഡ് ദാറ്റ് ടൈമാണ് നമുക്ക് ആകെയുള്ള അസറ്റ് എന്ന് കരുതുക. ഈ ടൈമാണ് ദ മോസ്റ്റ് വാല്യൂബിൾ തിങ്. ബാക്കിയുള്ളവൻ്റെ ഒന്നും അതില്ല, ദരിദ്രനാണ്. സോ യൂസ് യുവർ ടൈം, മൾട്ടിപ്ലൈ ഇറ്റ്. അപ്പോൾ നേരത്തെ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചായിരുന്നു, ലാസ്റ്റ് ടൈം ഫിനിഷ് നമുക്ക് ഈ ഭാഗ്യദേവത തലയുടെ മേളിൽ കൂടെ പറക്കും, എല്ലാവരുടെ ജീവിതത്തിലും പറക്കും, ഓർത്തു വെച്ചേക്കുക. ആ സമയത്ത് അതിനെ ചാടിപ്പിടിക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം, അത് അറിയാനൊരു ഭാഗ്യം വേണ്ടേ? ഈ ഭാഗ്യദേവത തലയ്ക്ക് മേളിൽ കൂടെ പറന്നു പോകുന്നതിന് അതറിയാനൊരു ഭാഗ്യം വേണ്ടേ? ഞാൻ പറഞ്ഞ പോലെ 365 ദിവസവും 24 മണിക്കൂറും ഞാൻ ചാടിക്കൊണ്ടിരിക്കുക. അപ്പം എൻ്റെ തലേന്ന് മേളിൽ നിന്ന് മിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ക്ലോസ്ലി ഇമ്പോസിബിൾ. സോ ഇറ്റ്സ് ഹൗ യു വർക്ക് ടുവേർഡ്സ് യുവർ പ്രോഡക്റ്റ് and become the commodity and you are the brand and that becomes the currency. നമ്മൾ എപ്പോഴും നോക്കുന്നത് ഡോളറിന്റെ പിറകിലും നമ്മൾ ബാക്കിയുള്ള കറൻസിയുടെ പിറകിലും. നോ, യു ബിക്കം ദി കറൻസി. യുവർ പ്രോഡക്റ്റ് വിൽ ടേൺ ഇൻ ടു കറൻസി. അപ്പം നമ്മൾ ആ പ്രോഡക്റ്റിനെ കാണുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി അവർ കറൻസി. ദർ ഇസ് വെയർ വി ബിൽഡ് ആ ലെഗസി. ബിക്കോസ് മണി മേക്സ് യു റിച്ച് അല്ലേ, ബ്ലഡ് മേക്സ് യു റോയൽ. അപ്പോൾ you should have a quality and it's not about being rich. Everyone can be rich. To become a legend you need to work accordingly. ഗ്രേറ്റ് സാർ. ഒറ്റ ചോദ്യം കൂടി. നമ്മുടെ ട്രഡീഷണൽ ഫുഡിൽ ഒരു 3 ഫുഡ് ഐറ്റംസ് ഗ്ലോബൽ ലെവലിൽ ബ്രാൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ള 3 ഫുഡ് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വെന്ത വെളിച്ചെണ്ണ, ദി ഹോട്ട് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ. അമ്മയുടെ മുലപ്പാലിനോട് സാമ്യമുള്ള ഒരേ ഒരു ദ്രാവകം വെന്ത വെളിച്ചെണ്ണ. ബ്രാൻഡ് ചെയ്തോളി. എല്ലാവരും പോകുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽ കോൾഡ് പ്രസ്ഡിൻ്റെ പറയുക. എന്തുകൊണ്ട് നിങ്ങൾ വെന്ത വെളിച്ചെണ്ണയെ പറ്റി ചിന്തിക്കുന്നില്ല? അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിനെ പറ്റി ചിന്തിക്കുന്നില്ല? അത് കണക്ക് എള്ള്, നമ്മൾ
ശാസ്താവിന് എള്ളുതിരിയൊക്കെ കത്തിക്കുന്നത്. എള്ളെന്ന് പറയുന്ന പ്രോഡക്റ്റിനാണ് എത്ര തരം പ്രോഡക്ട്സ് നമുക്കത് അതിനകത്ത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാം ബേസിക്കലി. പിന്നെ ഏറ്റവും നമ്മളുടെ നാട്ടിൽ ഇത്രയും കേരളത്തിനെ പറ്റി സംസാരിച്ച് ആലങ്കാരികമായി നടക്കുന്ന ഞാൻ നിങ്ങളോട് ചോദിക്കുക, 5 മണ്ടയടച്ച തെങ്ങ് ഒരുമിച്ച് നിൽക്കുന്ന അല്ലാണ്ട് 5 മണ്ടയുള്ള തെങ്ങ് ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ ഇന്ന് കേരളത്തിൽ പറ്റൂ? മോശമല്ലേ? പിന്നെ എന്ത് കേരളമായിട്ട്? തേങ്ങയെ പറ്റി സംസാരിക്കാം, ചിരട്ടയെ പറ്റി സംസാരിക്കാം. ഇതൊക്കെ നമ്മളെ മുറ്റത്തുണ്ട്. കേരളം കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? കേരളം ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൽ സ്റ്റാർട്ട് ഫ്രം കോക്കനട്ട്, തേങ്ങയെന്ന് തുടങ്ങാം. അപ്പം നമുക്ക് അതിനകത്ത് തന്നെ ഇഷ്ടം പോലെ ബിസിനസ്. എത്രയോ ഹോട്ടലുകളിൽ ചിരട്ട വാരി കളയുന്നുണ്ടെന്ന് അറിയാം. നിങ്ങൾ ആ കോക്കനട്ട് ഷെല്ലിൻ്റെ പ്രൈസ് കയറി ആമസോണിൽ നോക്കണം. നിങ്ങൾക്ക് അത് നുള്ളിപ്പറക്കി തന്നെ ബിസിനസ് ചെയ്യാം. ചൈനയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ കോഴിയുടെ കാലില്ലേ, കോഴിയുടെ കാല്, ഈ പാദം അവർ തിന്നുന്നുണ്ടായിരുന്നു. ബാംഗ്ലൂരിലൊരു പയ്യൻ ഓരോ പോൾട്രിയിൽ, ഈ ചോപ്പർ ബുച്ചറിയിൽ അവിടെ ചെന്നിട്ട് ഈ കാല് കളക്ട് ചെയ്ത് ഒരു അമ്മയെ വെച്ച് അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം ചെക്ക് ചെയ്ത് ക്വാളിറ്റി ചെക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് ബില്യണറായ സ്റ്റോറി വേറെ ഉണ്ട്. സോ സിമ്പിൾ. നിങ്ങൾ വേസ്റ്റ് എന്ന് ചിന്തിക്കുന്നത് അത് തെറ്റാണ്. ഈ യൂണിവേഴ്സിൽ ഒറ്റ വേസ്റ്റേ ഉള്ളൂ, ഹ്യൂമൻസ്. നമ്മൾ കഷ്ടപ്പെട്ട ഈ യൂണിവേഴ്സ് തന്നെ രക്ഷപ്പെടും. അപ്പം നമ്മൾ ബാക്കി ഒന്നിനെ വേസ്റ്റ് ആയിട്ട് കാണരുത്. എല്ലാ വേസ്റ്റിലും ഒരു ട്രഷറുണ്ട്. അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. താങ്ക് യു. നിങ്ങൾ ഇപ്പോൾ ബ്രാൻഡിങ്ങിലേക്കും പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്കും ഒക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. പണ്ടത്തെ പോലെയല്ല. പണ്ട് ഒരു ബ്രാൻഡിങ് ചെയ്യണമെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ഇപ്പോൾ ഫ്രീ പ്ലാറ്റ്ഫോം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ബ്രാൻഡിങ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കോർ വാല്യൂസ് ഇല്ലാതെ, ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് ഉള്ള ആളുകൾ, ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് ഇറങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ്ങിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ബ്രാൻഡ് അല്ലല്ലോ, അത് ലാസ്റ്റ് ഫൈനലുള്ളതാണ്. ബ്രാൻഡിങ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ബ്രാൻഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ബിൽഡ് ചെയ്യേണ്ടത് എന്താണ്? വെരി മച്ച് നമ്മുടെ നെസസിറ്റീസിനെ അനലൈസ് ചെയ്യാം. ആൻഡ് യു ഹാവ് ടു ടോക്ക് ടു യുവർ സെൽഫ്. നമ്മുടെ നെസസിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പണ്ട് ഒരു വളരെ സിമ്പിൾ പ്രോവർബ് ഉണ്ട് മലയാളത്തിൽ. വല്ലവൻ്റെയും കൈയെടുത്ത് തലക്കട വെച്ചാൽ കഴിക്കുമ്പോൾ എടുത്തുകൊണ്ട് അവനവൻ്റെ എടുത്ത് വെച്ചാൽ കഴിച്ചത് അവിടെ ഇരിക്കും. സോ ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രസ്ഥാനം, നമുക്കൊരു വിഷൻ ഉണ്ടാവണം. നമ്മൾ ആ വിഷൻ എഴുതി വെച്ച് ഇപ്പോൾ എന്താണ് 2025 എന്താണ് 2026 എന്നുള്ളതിന് നമുക്കൊരു ക്ലാരിറ്റി റോഡ് മാപ്പ് ഉണ്ടാവണം, കൺസിസ്റ്റൻസി ഉണ്ടാവണം, ഫോക്കസ് ഉണ്ടാവണം. ഇതിനെ ഡോക്യുമെന്റ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് സാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ദെൻ അഗെയിൻ വാട്ട് ഈസ് യുവർ സ്കിൽ, യുവർ പൊട്ടൻഷ്യൽ. നമ്മളിപ്പോൾ ഞാൻ RG ഫുഡ്സ് ഭയങ്കര സക്സസ് ആയെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സഫാരി ഭയങ്കര സക്സസ് ആയെന്ന് പറഞ്ഞു, ഞാനത് കണ്ട് ചിലപ്പോൾ റെഫറൻസ് എടുത്ത് എനിക്ക് വർക്ക് ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്കില്ല് വെച്ചിട്ട് എൻ്റെ കമ്മോഡിറ്റി എന്ന് പറഞ്ഞ ടൈം ആയിരിക്കാം, എനിക്കൊരു ഹെറിഡിറ്ററി നെറ്റ്വർക്ക് ആണ്. ഇത് ബേസ് ചെയ്ത് നിങ്ങൾ അതിനെ അനലൈസ് ചെയ്യുക, നിങ്ങൾ എഴുതി വെക്കുക വാട്ട് എക്സാക്ട്ലി യു വാണ്ട് ടു ബിക്കം. ആ ബേസിസിൽ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ പറ്റൂ എന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് നമ്മളുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, നമ്മൾ ചില ആൾക്കാർക്ക് നാട് മൊത്തം ബ്രാഞ്ചസ് ഉണ്ടാക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് റൂട്ട്സ് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. So I don't believe in branches, I believe in roots. That's great. Thank you. That's great. Thank you. കേരളത്തിലേക്ക് എത്തുമ്പോൾ he was a big hero. പക്ഷേ അദ്ദേഹം അന്നുണ്ടാക്കിയിട്ടുള്ള ആ ഒരു ലെഗസി വെച്ച് ഇന്ന് അദ്ദേഹം ഈ കാണുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ബ്രാഞ്ചിനെ വളർത്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും it is an inspirational story. ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ടുള്ള ഷെഫ് നളൻ ഈ ഒരു വേദിയിൽ വെച്ച് ഇത് അവാർഡ് ഏറ്റുവാങ്ങുകയാണ്. ഇനി ഒരുപാട് അദ്ദേഹത്തിന്റെ